അയ്യപ്പേട്ടാ, ഇന്നിപ്പോൾ പത്രത്തിലൊക്കെ ഒരു വാർത്ത വന്നിട്ടുണ്ട്. അതായത് എടിയും നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു വാർത്തയാണ്. നവീൻ ബാബുവിൻ്റെ പേരിൽ പരാതികളുണ്ട് എന്നാണ് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു കഥ. കഥ ആ കഥയിൽ ഇപ്പോൾ അത് പൊളിയുകയാണ്. അതായത് വിജിലൻസ് പറയുന്നത് ഇത്തരത്തിലൊരു പരാതി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ മുഖ്യമന്ത്രിക്ക് നൽകി എന്ന് പറയുന്ന ഈ പരാതിയൊക്കെ അത് എങ്ങോട്ടേക്ക് പോയി? മായയായി പോയോ? ആവിയായിപ്പോയി. അത് പ്രത്യേകതരം ഒരു പ്രതിഭാസമാണ്. അതായത് ഇതിപ്പോ വന്നിരിക്കുന്നത് ഇപ്പൊ പ്രജിത തുടക്കത്തിൽ സംസാരിച്ച പോലെ വിജിലൻസിന് അതായത് വിജിലൻസ് കൊടുത്തിരിക്കുന്ന ക്ലീൻ ചീറ്റാണ് നവീൻ ബാബു ഇത്തരത്തിൽ ആരുടെ കയ്യിൽ നിന്നും കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്നുള്ളത്. അത് വിവരാവകാശത്തിലൂടെ, അതായത് ഈ പറയുന്ന ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ കുളത്തൂർ ജയ്സിംഗിനാണ് വിജിലൻസിന്റെ മറുപടി ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹം വിവരാവകാശം കൊടുത്തതിനുള്ള മറുപടി. അപ്പോൾ നമ്മൾ ഇതിന്റെ ഈ ഒരു പ്രീവിയസ് ഹിസ്റ്ററി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അദ്ദേഹം മരിക്കുന്നത് ഒക്ടോബർ 15-നാണ് അല്ലെ? ഒക്ടോബറിലല്ലേ അദ്ദേഹം മരിക്കുന്നത്. അപ്പൊ ഈ മരണ ദിവസം അദ്ദേഹം കൈക്കൂലി ഈ പറയുന്ന പ്രശാന്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്നും ഇത്ര ഒരു തുക, കൃത്യം പറഞ്ഞാൽ ആ തുക തന്നെ കേൾക്കുമ്പോൾ അതിലും 98,500 അങ്ങനെ എന്തോ ആ തുക കേൾക്കുമ്പോൾ തന്നെ അതൊരു സത്യമാണ് എന്ന് കള്ളം സത്യമാക്കാനുള്ള ഒരു ഏച്ചുകെട്ടലാണ് അത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഈ തുക കൊടുത്തു എന്ന് അന്ന് മരണ ദിവസം ആ ബോഡി കണ്ണൂരിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രഖ്യാപനവുമായിട്ടാണ് പ്രശാന്ത് വരുന്നത്. ഞാൻ ഇത്ര രൂപ കൊടുത്തു എന്ന്. അപ്പോൾ രൂപ കൊടുത്തു എന്ന് പറയുകയും ഈ പറയുന്ന അവസരം തന്നെ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ അഭ്യുദയകാംക്ഷികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ ലെറ്റർ തയ്യാറാക്കുന്നു. ഈ ലെറ്റർ തയ്യാറാക്കി ഇങ്ങനെ ഒരു ലെറ്റർ അവിടെ കിട്ടിയിട്ടുണ്ട് എന്നും കൂടെ വരുത്തി തീർക്കുകയാണ്. പിന്നീടാണ് ഈ ലെറ്റർ ഈ ഒക്ടോബർ 15-ന് ഇത് പറയുന്ന അതേ ദിവസമാണ് അത് തയ്യാറാക്കുന്നതെന്നും 2 ദിവസം മുന്നേ ഒന്നുമല്ല ഈ തുക കൊടുത്തു എന്ന്, കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്ന ദിവസമൊന്നുമല്ല ഇത് അയച്ചിരിക്കുന്നതെന്നും അതൊരു കെട്ടിച്ചമച്ച ഒരു കഥയാണെന്നും മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത്. അതെ, എനിക്ക് തോന്നുന്നതേ അദ്ദേഹം മരിച്ചു എന്നുള്ള പറയുന്ന ആ ദിവസം വൈകിട്ടോടെയാണ് ഈ കഥ ശരിക്കും സ്പ്രെഡ് ആവുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് CPM പ്രതീക്ഷിച്ചത് ഇതൊരു സാധാരണ മരണമായിട്ട് അധികം സംസാര വിഷയമാകാതെ ഇതങ്ങ് ഒതുക്കി തീർക്കാൻ പറ്റും, അതെ, കെട്ടടങ്ങുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ മാധ്യമങ്ങൾ ആദ്യം മുതലേ ഇതിൽ ദുരൂഹത പറയാൻ തുടങ്ങി. അപ്പോഴാണ് അവർക്ക് അവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുന്നത്. അങ്ങനെയാണ് ഈ പറയുന്ന ചില വ്യക്തികൾ ചേർന്ന് ഇത്തരത്തിലൊരു പരാതിയും അതിലാണ് ഈ രണ്ടൊക്കെ വന്നേക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അല്ലെങ്കിൽ AKG സെന്റർ ഏതെങ്കിലും ഒരിടത്ത് തന്നെയാണ് ഈ കത്ത് തയ്യാറായത് എന്ന് പറഞ്ഞോളൂ. അല്ല ചേട്ടാ, അപ്പോൾ അത്തരത്തിലൊരു കഥ വരാനുള്ള കാരണം, അതായത് ഇദ്ദേഹം കൈക്കൂലി വാങ്ങിയ ഒരു വ്യക്തിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള മനഃപൂർവ്വമായ ശ്രമം തുടങ്ങുന്നത് അദ്ദേഹത്തിന്റെ മരണ ദിവസം ഒരു ഉച്ചയോടെയാണ്. കാരണം ഇത് സ്പ്രെഡായി തുടങ്ങിയപ്പോൾ തന്നെ എല്ലാം ഇവരുടെ കയ്യിൽ നിന്ന് പോയി. CPM-ന്റെ കയ്യിൽ നിന്ന് കാര്യം കൈവിട്ടു പോയതോടുകൂടി ചേട്ടൻ പറഞ്ഞ പോലെ ചില പ്രധാന വ്യക്തികൾ, അത് ആരൊക്കെയാണെന്ന് നമ്മൾ മുൻപത്തെ ചർച്ചയിൽ പറഞ്ഞിരുന്നതാണ്. ആ ചില പ്രധാന വ്യക്തികൾ ഒന്നില്ലെങ്കിൽ AKG സെന്റർ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ്, ഇതിലേതാണ് എന്ന് മാത്രമേ ഇനി സ്ഥിരീകരിക്കപ്പെടാനുള്ള സാധ്യതയുള്ളൂ. അത് എനിക്ക് തോന്നുന്നത് AKG സെന്ററിലെ ഗൂഢാലോചനയാണോ എന്നുള്ളതുണ്ട്. കാരണം ഈ പറഞ്ഞ വ്യക്തികളെല്ലാം അവിടെ വലിയ വ്യത്യാസമൊന്നുമില്ല. അതിൽ നമുക്ക് പറയേണ്ട കാര്യം, ഇത് ഇപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത വന്നതിന് പിന്നിൽ ഇത് വരുത്തുന്നതും CPM ആണോ എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം ചില കളികൾ CPM അടക്കം കളിക്കുന്നുണ്ട്. ഇതുവരെ കളിച്ചുകൊണ്ടിരുന്നതൊക്കെ നമുക്ക് സർവ്വ ഗെയിമും കളിക്കും. ഈ പ്രശാന്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒപ്പ് കള്ളത്തരമാണെന്ന് പറഞ്ഞു. അതെ, ഇത് എനിക്ക് 2 ഒപ്പുണ്ട്, 2 അച്ഛനുണ്ടെന്ന് പറയുന്ന പോലെ 2 ഒപ്പ് നിസ്സാരമായിട്ട് പറഞ്ഞു. ഈ ആള് പ്രശാന്ത് എന്ന് പറയുന്ന ആളിന് ഇങ്ങനെ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു കള്ളപ്പരാതി നൽകിയെന്ന് അവരുടെ കുടുംബം പറയുമ്പോൾ പോലും അയാളെ ഒരു സ്ഥലത്ത് പ്രതിചേക്കൽ പോലും ഉണ്ടായിട്ടില്ല. പോലീസ് പറയുന്ന ഇങ്ങനെയുള്ള ഊഹാപോഹ കഥകളെന്നാണ് പോലീസ് നിസ്സാരവൽക്കരിച്ചാണ് പോലീസ്. അതെ, അതും പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഒരാൾക്ക് 2 ഒപ്പുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ 2 ഒപ്പിടുന്ന ആൾക്കെതിരെ നടപടികൾ ഉണ്ടാകാവുന്നതാണ്. പക്ഷെ അതും ഈ പറയുന്ന പ്രശാന്തിനെതിരെ ഉണ്ടായിട്ടില്ല. മാത്രമല്ല, കൈക്കൂലി നൽകി എന്ന് പറയുമ്പോൾ കൈക്കൂലി കൊടുക്കുന്ന ആളും കുറ്റക്കാരനാണ്. ആ കാര്യത്തിലും ഈ പറയുന്ന പ്രശാന്തനെതിരെ നടപടിയില്ല. അപ്പൊ പ്രശാന്തനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ
പറയുകയാണെങ്കിൽ CPM അതെ CPM രക്ഷപ്പെടുത്തേണ്ട ആവശ്യം കൂടി ഉണ്ട്. പല രഹസ്യങ്ങളും പ്രശാന്ത് ബിനാമി മാത്രമൊന്നല്ല പ്രീത. ഇതിനകത്ത് എനിക്ക് പറയണമെന്നുണ്ടെങ്കിൽ പറയാതിരിക്കാൻ കഴിയില്ല. കാര്യം ഇതിൽ മുഹമ്മദ് റിയാസിന്റെ ഓഫീസിലെ പേഴ്സണൽ സ്റ്റാഫിലെ ഒരു അംഗമുണ്ട്. അദ്ദേഹം പഴയ പത്രപ്രവർത്തകനാണ്. അദ്ദേഹത്തിന്റെയും AK സെന്ററിലെ ഓഫീസ് സെക്രട്ടറി ആയിട്ടുള്ള ഒരാൾ ഈ മുഹമ്മദ് റിയാസിന്റെ ഓഫീസിലെ സ്റ്റാഫും AK സെന്ററിലെ ഓഫീസ് സെക്രട്ടറിയും ബ്രദേഴ്സാണ്. അവരുടെ ഏറ്റവും അടുത്ത ബന്ധുവാണ് പ്രശാന്ത്. അവരുടെ ബിജു കണ്ടങ്കയുടെ ബന്ധുവാണ് ഓഫീസ് AK സെന്ററിൽ ഇരിക്കുന്നത്. മറ്റേ ആള് പഴയ പത്രപ്രവർത്തകനാണ്. അപ്പോൾ ഏതായാലും ഇവരുടെ ബന്ധു എന്ന രീതിയിൽ പ്രശാന്ത് എന്ന് പറയുന്ന വ്യക്തി CPMന്റെ പല നേതാക്കളുടെയും ബിനാമി ബിസിനസിന്റെ ഇടപാടുകാരനായതുകൊണ്ടും പ്രശാന്തിനെ സംരക്ഷിച്ച് നിർത്തേണ്ടത് CPMന്റെ ഒരു ബാധ്യതയാണ്. CPMന്റെ ബാധ്യതയെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രശാന്തിനെ എന്ത് വന്നാലും ഈ ബാധ്യതയുടെ അവസാന അഗ്രം പോകുന്നത് പിണറായിയിലേക്കാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കാണ് പോകുന്നത്. നമ്മുടെ കേട്ടറിവ് വെച്ച് ഏത് കാര്യങ്ങളിലെയും അവസാനം തന്നിലേക്ക് വരാതിരിക്കാൻ വഴി തിരിച്ചു വിടാനുള്ള ഒരു കഴിവ് മുഖ്യമന്ത്രിക്കുണ്ട്. മുഖ്യമന്ത്രി അങ്ങനെയാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അത് TP വധക്കേസ് മുതൽ പല കേസുകളിലും അദ്ദേഹത്തിനെതിരെ വിരൽ ചൂണ്ടാൻ വ്യക്തമായ രീതിയിൽ തെളിവ് വരാതിരിക്കാനുള്ള വഴികൾ അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് TP വധക്കേസ് എന്നല്ല, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. വേറെ പല കാര്യങ്ങളിലും ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് അദ്ദേഹം ഭാഗവാക്ക് ആവുകയോ ആവാതിരിക്കുകയോ ചെയ്ത രീതിയിലെ ഗെയിമാണ്. അപ്പോൾ ഇതിൽ പ്രശാന്തിന്റെ പേര് തുടക്കം മുതൽ ഇങ്ങനെ തന്നെ വന്നിരിക്കുമ്പോൾ പാർട്ടിയുടെ അന്നത്തെ ജില്ലാ സെക്രട്ടറി ഇന്നത്തെ ജില്ലാ സെക്രട്ടറി ഒരാളാണ്. ഈ ജില്ലാ സെക്രട്ടറി വീണ്ടുമായി ജില്ലാ സെക്രട്ടറിയായി ഈ ജയരാജൻ MV ജയരാജൻ ആകുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു നാർക്കോ ടെസ്റ്റിന്, അതായത് നുണ പരിശോധനയ്ക്ക് ഇയാളെ തയ്യാറാക്കാമെന്ന് ഒരു കാര്യവും ഇല്ലാതെ പത്രസമ്മേളനം നിങ്ങളിപ്പോ എന്റെ പേന കട്ടു അല്ലെങ്കിൽ എന്റെ പേന നിങ്ങൾ എടുത്തു എന്ന് ഞാൻ പറയണമെങ്കിൽ അതിനൊരു സാഹചര്യവും ഒരു സമയവും സന്ദർഭവും വേണം. കാര്യം ഞാൻ എഴുതാനിരിക്കുമ്പോൾ എനിക്ക് പേനയില്ല, എന്റെ ഇവിടെ ഇരുന്ന പേന ആരെടുത്ത് എന്ന് ഞാൻ ചോദിക്കണേന് ഞാൻ എഴുതാനിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. ആ സാഹചര്യം ഇല്ലാതെ നിങ്ങൾ എന്റെ പേന എടുത്തോ. അതുവരെ അത്രയും ദിവസം വളരെ സൈലന്റ് ആയിരുന്നു. വിഷയത്തെ സംബന്ധിച്ച് ഒന്നും ഉണ്ടായില്ല, സംഭവങ്ങളും ഇല്ല. എന്നിട്ടാണ് വന്നിട്ട് പ്രശാന്ത് ഒരു സുപ്രഭാതത്തിൽ വന്നിരുന്നു പറയുന്നത് പ്രശാന്തനെ നമുക്ക് നുണപരിശോധനയ്ക്ക് അത് പാർട്ടിയുടെ ജില്ലാ സമ്മേളനത്തിന് മുമ്പാണ്, ജില്ലാ സമ്മേളനത്തിന് മുമ്പ്. ഇതിപ്പോ ഈ പറയുന്ന വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഡയറക്ടറേറ്റിൽ നിന്ന് വിവരാവകാശ പ്രകാരം ലഭിച്ച മറുപടി കുളത്തൂർ ജയ്സിംഗ് എന്ന് പറയുന്ന വിവരാവകാശക്കാരനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ വിവരാവകാശം കൊടുത്തിട്ട് ചോദിച്ച വേറൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു, ഗീതയുടെ റിപ്പോർട്ടിന്റെ കാര്യം. അത് ഇതുവരെ ഒന്നും പുറത്തു വന്നിട്ടില്ല. അല്ല, അപ്പോ ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് സംരക്ഷണം, പ്രശാന്തിന് മേലുള്ള സംരക്ഷണം ഒരു പക്ഷേ ചിലപ്പോൾ അവസാനിപ്പിച്ചേക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ദിവ്യയേക്കാൾ കൂടുതൽ ഇവർ ശ്രദ്ധിക്കേണ്ടത് പ്രശാന്തനെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവ്യ എങ്ങനെയെങ്കിലും ഒക്കെ അതിലൂടെ ഞൊളഞ്ഞു വരും. പക്ഷെ പ്രശാന്തൻ ബിനാമി ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ പലരുടെയും ബിനാമി ആയതുകൊണ്ട് ഈ പിടിയിലായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രശാന്തനെ ഒന്ന് വാതുറന്നിട്ടുണ്ടെങ്കിൽ സകല ഡീറ്റെയിൽസും വരും. അത് ഉറപ്പാണ്. ഒന്നില്ലെങ്കിൽ അത് വരാതിരിക്കാൻ പ്രശാന്തന്റെ ജീവൻ അപകടത്തിലാവും, അല്ലെങ്കിൽ പ്രശാന്തൻ അത് പറയും. ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഇതിലിപ്പോൾ നോക്കാനുള്ളത് മുഖ്യമന്ത്രിക്ക് സ്വയം രക്ഷപ്പെട്ടാൽ മതി. മുഖ്യമന്ത്രിക്ക് രക്ഷപ്പെടണം. മുഖ്യമന്ത്രിയുടെ പേരിലോ അല്ലെങ്കിൽ മന്ത്രിസഭയിലെയോ ആരുടെയും പേരിൽ ഇപ്പം ശശിയുടെ പേരിൽ വന്നാൽ പോലും മുഖ്യമന്ത്രിക്ക് വിഷയമല്ല. അങ്ങനെ വരുമ്പോൾ താൻ ഇതിൽ ഭാഗവാക്കല്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളൊരു ഭാഗവാക്കായിക്കോട്ടെ, താൻ രക്ഷപ്പെട്ടാൽ മതിയല്ലോ. അതെപ്പോഴും മുഖ്യമന്ത്രിയുടെ ഒരു നിലപാട് അങ്ങനെയാണല്ലോ. തനിക്ക് നേരെ വിരൽ ചൂണ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലും നേരിട്ട് അദ്ദേഹം ഒന്നിലും ഇടപെടില്ലല്ലോ. അദ്ദേഹം മറ്റുള്ളവരെ പെടുത്തി അദ്ദേഹം രക്ഷപ്പെടും. അപ്പൊ അങ്ങനെ വരുമ്പോൾ തനിക്ക് ബാധകമല്ലാതെ പ്രശാന്ത് എന്ന് പറയുന്ന വ്യക്തി തനിക്ക് ബാധകമല്ലാതാവും. ബാക്കിയുള്ളവരെ തനിക്ക് ഇനിയിപ്പോൾ കാണേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഇത്രയും കാലം സംരക്ഷിച്ചില്ലേ, ഇനിയിപ്പോൾ നിങ്ങൾ വേണ്ടത് ചെയ്തോ. കാര്യം ഭരണത്തിൽ ഇങ്ങനെ തീരാറായി വരുമ്പോഴത്തേക്ക് ഒരു ക്ലീൻ ഇമേജ് ഉണ്ടാക്കി എടുക്കണമല്ലോ. ഈ കേസിനെ സംബന്ധിച്ച് ഒരു ക്ലീൻ ഇമേജ് പോലീസ് സേനയിലെങ്കിലും ഉണ്ട്. പോലീസ് ഇതിൽ വിചിത്രമായൊരു വാദം പറഞ്ഞിരിക്കുന്നത് നവീൻ ബാബുവിന്റെ ഫോൺ ഞങ്ങൾക്ക് കിട്ടി, അത് ഞങ്ങൾ പരിശോധനയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഇതിൽ ഭാഗവാക്കാക്കിയിരിക്കുന്ന ആരുടെയും ഫോൺ അവർ വാങ്ങിയിട്ടില്ല. ഈ പ്രശാന്തിന്റെ ഫോൺ ഒട്ടും വാങ്ങിയിട്ടില്ല. അപ്പോൾ നമുക്കിതിൽ ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് സംസാരം അവസാനിപ്പിക്കാം. അതായത് നവീൻ ബാബുവിന് ഇപ്പോൾ ക്ലീൻ ചീറ്റ്, ഇത്തരത്തിൽ അദ്ദേഹം ഒരിക്കലും ഒരു കൈക്കൂലിക്കാരനല്ല എന്നുകൂടി വരുമ്പോൾ അദ്ദേഹം കൈക്കൂലി വാങ്ങിയതിന്റെ പേരിൽ അദ്ദേഹത്തിനെ കൈക്കൂലി വാങ്ങി എന്ന് പറഞ്ഞൊരു കള്ളപ്രചരണം നടത്തി അദ്ദേഹത്തിന് ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചു എന്ന് പറഞ്ഞ് ഒരിക്കൽ കൂടെ ദിവ്യക്ക് പൂട്ട് വീഴുകയാണ്. കാരണം അങ്ങനെയൊന്നും ചെയ്യാത്തൊരു വ്യക്തിയെ തീർത്തും മാനസികമായി അദ്ദേഹത്തിനെ തളർത്തി അത്
കറക്റ്റ് പോയിന്റ് ഔട്ട് ചെയ്ത് വരികയാണ്. അദ്ദേഹത്തിന് അങ്ങനെ തന്നെ അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണമായി എന്ന് പോയിന്റ് ഔട്ട് ചെയ്യുമ്പോൾ ദിവ്യയുടെ കുരുക്ക് PP ദിവ്യയുടെ പേരുള്ള കുരുക്ക് കുറച്ചുകൂടെ മുറുകുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. രണ്ട്, ഈ പറയുന്ന സംസ്ഥാന പോലീസിന്റെ അന്വേഷണത്തിലെ കെടുകാര്യസ്ഥത ഒന്നിനൊന്നിന് SITയുടെ കെടുകാര്യസ്ഥത ഒന്നിനൊന്നിന് വെളിവായി വരുന്നു. ഇത് ഇവർക്ക് ഇനി സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ, അവരുടെ കുടുംബത്തിന് സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ തൻ്റെ ഭർത്താവ് മഞ്ജുഷ എന്ന അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് തൻ്റെ ഭർത്താവ് ഒരിക്കലും ഒരു കൈക്കൂലിക്കാരനല്ല, ഈ കൈക്കൂലിക്കാരനാക്കാനായി ഇവരെല്ലാം ശ്രമിച്ചു എന്നും അതിന് കാരണക്കാരനായ പ്രശാന്ത് എന്ന വ്യക്തി പലയിടങ്ങളിൽ അയാൾ ഇതിന്റെ കാരണക്കാരനാണ്, അയാൾ ഒരു കഥാപാത്രമാണ്, ഇതിൽ വന്നതാണ്, എന്നിട്ട് എന്തുകൊണ്ട് അവർ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് പറയാവുന്നതാണ്. സുപ്രീം കോടതി ഇടപെടലിന് ശേഷമെങ്കിലും, അല്ലെ ഇനിയിപ്പോ സുപ്രീം കോടതിയെ ഇതുള്ളൂ എങ്കിലും ഈ പറയുന്ന കള്ള തിരുമാലിയെ ഇതിൽ ഉൾപ്പെടുത്തിയേക്കും ഇയാൾ ഇതിൽ ഉൾപ്പെടേണ്ടി വരും, ഇയാളെ പ്രതിയാക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെടുമെന്ന്, അങ്ങനെ ആകുന്ന ഒരു അവസ്ഥയിലേക്ക് എങ്കിൽ ഈ കേസിന് ഒരു വലിയ വഴിത്തിരിവ് ഉണ്ടാകാനുള്ള വഴിത്തിരിവ് മാത്രമല്ല ഏട്ടാ, ഞാൻ വിചാരിക്കുന്ന വഴിത്തിരിവിനേക്കാളും അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ പ്രശാന്തന്റെ ജീവൻ അപകടത്തിലാവും. അല്ല എങ്കിൽ CPMന്റെ കാര്യം എന്ന് വെച്ചാലേ എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രിയോ സംസ്ഥാന സർക്കാരോ കൈ ഇട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ ഇപ്പോൾ പ്രജിത പറഞ്ഞ പോലെ നിരവധി കള്ളത്തരങ്ങൾ ചെയ്ത ഒരാളായതുകൊണ്ട് ഏതാണ്ട് എല്ലാ രഹസ്യങ്ങളും അയാളുടെ കയ്യിലുള്ളത് കൊണ്ട് പിടിക്കപ്പെട്ടാൽ എല്ലാം കോടതിയിലോ പോലീസിലോ പറഞ്ഞാലോ എന്നുള്ളത് കൊണ്ട് പ്രശാന്തന്റെ ഒരു ആത്മഹത്യക്ക് സാധ്യതയുണ്ട്. പ്രശാന്തനെന്നല്ല, ഇതേപോലെ എന്തെല്ലാം ഇത്തരത്തിൽ അവരുടേതായ വലിയ രഹസ്യങ്ങൾ വരുന്നു. ഇപ്പോൾ നവീൻ ബാബുവിന്റെ മരണമായാലും അദ്ദേഹത്തിന്റെ ആത്മഹത്യയായാലും കൊലപാതകമായാലും ഇവരെ എല്ലാം പടുകുഴിയിൽ കൊണ്ട് തള്ളിയിടുന്ന ഞെട്ടിപ്പിക്കുന്ന ഭൂമാഫിയയുടെ രേഖകൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അതും കൊണ്ട് അദ്ദേഹം പത്തനംതിട്ടയിലേക്ക് പോകരുത് എന്നുള്ള ഒരു തീരുമാനം തന്നെയായിരുന്നു. അതാണ് 2 ദിവസത്തിന് അറിയുമെന്നൊക്കെ അവർ 2 ദിവസത്തിനകം വെല്ലുവിളിച്ചു. 2 ദിവസത്തിനകം അറിയുമെന്നൊക്കെ പറയുമ്പോൾ അത് എന്താണ് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇതാണോ എന്ന് നമ്മൾ ചോദിക്കേണ്ടി വരും. ഏതായാലും പ്രശാന്തനെ പ്രതി ചേർക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഈ റിപ്പോർട്ടിന്മേലെങ്കിലും പോലീസ് എന്ത് ചെയ്യും എന്നുള്ളത് കൂടെ നമുക്ക് കാത്തിരുന്ന് കാണാം.